السلام عليكم ورحمة الله. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സൂറത്തുൽ കഹ്ഫിൻ്റെ 29-ാമത്തെ ആയത്താണ് നമുക്കിനി പറയാനുള്ളത്. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, സത്യം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അഥവാ അള്ളാഹു എന്താണോ പറഞ്ഞത്, അള്ളാഹു എന്താണോ പഠിപ്പിക്കുന്നത്, അതാണ് സത്യം. ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫല്യക്ഫുർ. ആ സത്യം സ്വീകരിച്ച് മുഅ്മിനാകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ ആകാം. ഇനി അത് വേണ്ട എന്നൊരാൾ തീരുമാനിച്ച് അതിനെ നിഷേധിക്കാൻ വിചാരിച്ചാൽ അങ്ങനെയും ആകാം. ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫല്യക്ഫുർ. ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ. അക്രമികൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു നാറൻ, നരകം. അഹാത ബിഹിം സുറാദിഖുഹ. അതിൻ്റെ അതിരുകൾ അവരെ പൂർണ്ണമായും വലയം ചെയ്യുന്നതാണ്. നരകത്തിൻ്റെ അതിരുകളുടെ ഉള്ളിൽ തന്നെയായിരിക്കും അവർ ഉള്ളത് എന്ന് താല്പര്യം. അവര് വെള്ളത്തിന് വേണ്ടി ആർത്ത് വിളിക്കുന്ന സമയത്ത് അവർക്ക് നൽകപ്പെടുന്ന വെള്ളം കൽമുഹ്ലി, മുഹ്ല് പോലത്തതായിരിക്കും. മുഹ്ൽ എന്ന് പറഞ്ഞാൽ എണ്ണയുടെ അടിയിൽ, എന്തെങ്കിലും പൊരിക്കുന്ന എണ്ണയുടെ അടിയിൽ കട്ടിയായി അടിഞ്ഞുകൂടുന്ന സാധനത്തിനാണ് മുഹ്ൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇരുമ്പോ അതുപോലുള്ള ലോഹങ്ങളോ ഉരുക്കുമ്പോൾ ആ ഉരുക്കിയ ദ്രാവകത്തിനാണ്, അഥവാ നല്ല സാന്ദ്രത കൂടിയ കട്ടിയായ ദ്രാവകം എന്ന് ഏകദേശം എൻ്റെ ആശയം മനസ്സിലാക്കാം. കൽമുഹ്ലി, അങ്ങനത്തതായിരിക്കും അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നത്. യശ്വിൽ വുജൂഹ്, മുഖത്തെ വികൃതമാക്കി കളയുന്ന. ബിഅസ ശറാബ്, മോശമായ പാനീയമാണ്. വസാഅത് മുർത്തഫഖ, വളരെ മോശമായ ഒരു വിശ്രമ കേന്ദ്രവും ആണ്. ഇന്നലെ ആയത്തിൻ്റെ അവതരണ സാഹചര്യം നമ്മൾ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് കുറച്ച് പ്രധാനികൾ സാധുക്കളെ മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആയത്ത് അവതരിച്ചത്. അപ്പോൾ ഖണ്ഡിതമായി കാര്യങ്ങൾ സമൂഹത്തിനോട് തുറന്നു പറയും. അള്ളാഹു പറയുന്നതെന്തോ അതാണ് സത്യം. അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ വിധി എന്താണോ, അള്ളാഹുവിൻ്റെ നിയമം എന്താണോ, അതാണ് സത്യം. അത് എന്തെങ്കിലും പ്രത്യേകതരം ആൾക്കാരായിപ്പോയി എന്നതിൻ്റെ പേരിൽ അവരുടെ നിലപാട് ശരി, മറ്റുള്ളവരുടെ നിലപാട് തെറ്റ്, അങ്ങനെയല്ല. സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തട്ടിലുള്ളവർ അല്ലെങ്കിൽ തരത്തിലുള്ള ആൾക്കാരെടുക്കുന്ന നിലപാടുകൾ ശരിയെന്നും അതല്ലാത്തവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ ജീവിത രീതികൾ തെറ്റ് എന്നും മനസ്സിലാക്കാൻ നിർവാഹമില്ല. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ശരി തെറ്റ് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബി, സത്യം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയിക്കപ്പെട്ടതെന്തോ അതാണ് സത്യം. ആ സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്ക് സ്വീകരിക്കാം. മനുഷ്യൻ സ്വതന്ത്രനാണ്. മനുഷ്യൻ, സാധാരണ ഇസ്ലാം വിമർശകർ പറയുന്നൊരു കാര്യമാണ്, ഇസ്ലാമിക നിയമപ്രകാരം അള്ളാന്റെ തീരുമാനം നടക്കുന്നു, മനുഷ്യന് സ്വാതന്ത്ര്യമില്ല, ഫ്രീ വില്ലില്ല എന്നൊക്കെ സാധാരണ ഇസ്ലാം വിമർശകർ പറയാറുണ്ട്. അള്ളാഹു തആല പറയുന്നു വമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫല്യക്ഫുർ. ഈ സത്യത്തെ സ്വീകരിക്കേണ്ടവൻ താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് അതിനെ അവഗണിക്കാം, ഒഴിവാക്കാം. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം ലോകത്ത് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യനോടാണ് അള്ളാഹു തആല പറയുന്നത് ഖുലിൽ ഹഖ്ഖു മിർ റബ്ബി. സത്യം അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിന്നും ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടിയത് ഏതോ അതാണ് അതിൻ്റെ സത്യം. എന്നാൽ സത്യം സ്വീകരിക്കാത്തവർ, അവരെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത് വഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹ. നരകമാണ് അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളത്. ആ നരകം എന്ന് പറയുമ്പോൾ അത് കെട്ടി അടച്ച ഒന്നാണ്, ചാടിപ്പോവാൻ കഴിയില്ല. അതാണ് അഹാത ബിഹിം സുറാദിഖുഹ. ഒരു ചുറ്റുമതിലിന്റെ ഉള്ളിലാണതുള്ളത്.
എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം ഇതാണ്, അതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട് കളയാം എന്ന വിചാരം വേണ്ട. ഒരിക്കലും കുതറി മാറാനോ രക്ഷപ്പെട്ടു ഓടാനോ കഴിയാത്ത രീതിയിലാണ് നരകത്തെ അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. അഹാത ബിഹിം സുറാദിഖുഹാ, അതാണ് നരകത്തിന്റെ നിർമ്മാണ അല്ലെങ്കിൽ സംവിധാന രീതി. ഇനി അവിടെ കിടക്കുന്ന മനുഷ്യര് കുടിക്കാൻ വെള്ളം ചോദിക്കുന്ന സമയത്ത് നൽകപ്പെടുന്നത് ഇങ്ങനെയുള്ള വെള്ളമായിരിക്കും. ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ചുണ്ടുകൾ എരിഞ്ഞു പോകും, കത്തിപ്പോകും. ആ നേരത്ത് അങ്ങനെ മുഖമാകെ വികൃതമായി പോകും. മുഖം വികൃതമായി പോകുന്ന തരത്തിലുള്ള ചൂട് പാനീയമാണ് കുടിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതുന്നുണ്ട്, അത്രമേൽ ചൂടുള്ള ഒരു വെള്ളം സ്വാഭാവികമായി കുടിക്കല്ലോ, അത്ര ചൂടുള്ള വെള്ളം കുടിക്കില്ല. പക്ഷെ ഖുർആൻ പറയുന്നത് അവർ കുടിക്കുമെന്നും അങ്ങനെ അവരുടെ മുഖം വികൃതമായി പോകുന്നതാണ്. അഥവാ അത്ര കടുത്ത ദാഹമായിരിക്കും, എന്ത് കിട്ടിയാലും കുടിക്കാമെന്ന് മനുഷ്യൻ വിചാരിക്കുന്ന തരത്തിൽ ദാഹം അതിൻ്റെ അത്രമേൽ മനുഷ്യനെ പിടിമുറുക്കിയിട്ടുണ്ടാവും. അപ്പൊ കിട്ടുന്നതെന്തും അവൻ കുടിക്കും. അവിടെ കുടിക്കാൻ കിട്ടുന്ന വെള്ളം വളരെ മോശമാണ്, അവിടുത്തെ ആ കേന്ദ്രവും വളരെ മോശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂർ, മനുഷ്യന് അല്ലാഹു തആല രണ്ട് മാർഗങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യനും രണ്ട് മാർഗവും സ്വീകരിക്കാം. ഒന്നുകിൽ അവന് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് മാന്യനായി ജീവിക്കാം, നല്ലവനായിട്ട് ജീവിക്കാം. ഇനി അതിനോടെല്ലാം നിഷേധം കാണിച്ചിട്ട് അവന്റെ തോന്നിയതുപോലെ ജീവിക്കാം. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല ലോകത്ത് മനുഷ്യന് നൽകിയിരിക്കുകയാണ്. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന ഒരു രീതി, ഒരു സ്ഥലത്ത് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ നരകത്തെക്കുറിച്ച് അള്ളാഹു എന്തെങ്കിലും പറയും. നരകത്തെക്കുറിച്ച് ഒരു പരാമർശം വന്നാൽ സ്വർഗത്തെക്കുറിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ടാവും. അധികവും നമുക്കത് കാണാം, സാധാരണമായി കാണാം. നല്ലവരെ കുറിച്ചൊരു പരാമർശം നടന്നാൽ അതിൻ്റെ മറുവശത്തുള്ളവരെ കുറിച്ച്, മോശമായ ആൾക്കാരെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടാവും. ദീനിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒരു പരാമർശം വന്നാൽ, ഒരു വർത്തമാനം വന്നാൽ നിഷേധത്തെക്കുറിച്ച് വേറൊരു വർത്തമാനം വരും. നല്ലതിനെ കുറിച്ച് പറഞ്ഞാൽ മോശത്തിനെ കുറിച്ച് വരും. ഇങ്ങനെ അതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നതിനെ സംബന്ധിച്ചും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പോവുക എന്നുള്ളത് ഖുർആനിൽ സാധാരണയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലാഹു തആല ഇവിടെയും പറയുന്നു, നരകത്തെക്കുറിച്ച് പറഞ്ഞ് അതിൽ പെട്ടുപോകുന്ന മനുഷ്യരുടെ ഹതഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു, അടുത്തത് സ്വർഗത്തെക്കുറിച്ചും അതിലെ നല്ല ആൾക്കാരെ കുറിച്ചും. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, നല്ല കാര്യം ഒരു മനുഷ്യൻ ചെയ്താൽ അവന്റെ കർമ്മങ്ങൾ ഒരിക്കലും പാഴാകില്ല. അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ്, ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. കർമ്മങ്ങൾ ഒരാളുടേത് നന്നായിട്ടുണ്ടെങ്കിൽ അവന്റെ ആ കർമ്മത്തെ അല്ലാഹു തആല പാഴാക്കാൻ. കർമ്മം സ്വീകരിക്കുന്നതിന് അടിസ്ഥാനപരമായ ഒരു നിബന്ധനയുണ്ട്, അല്ലദീന ആമനു, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരുടെ കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആൾക്കാർ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. വമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി. ഇത് രണ്ടും, അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഇത് രണ്ടും ഉണ്ടെങ്കിലേ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുള്ളൂ. ഇനി ഒരു മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്, ആ മനുഷ്യൻ അതിനുശേഷം കുറെ നല്ല കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അയാൾ പിന്നീടൊരിക്കൽ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ മുൻകാല നന്മകൾ സ്വീകരിക്കപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. നേരെ തിരിച്ചും, ഒരാൾ മോശമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ സംഭവിച്ചു പോയ തിന്മകളെ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കുമെന്നും അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം. നന്മകളുടെ കാര്യത്തിൽ
അല്ലാഹു തആല ഏറ്റവും ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹമ്മ ബി ഹസനത്ത്, ഒരാളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, വലം യഅമൽഹ, അയാളത് ചെയ്തില്ല, എന്നാൽ കതബഹുല്ലാഹു ഹസനത്ത്, അള്ളാഹു അതിനൊരു നന്മയായി രേഖപ്പെടുത്തും. ഇപ്പൊ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലും അള്ളാഹുവിന് ഇഷ്ടമാണ്. നന്മ ചെയ്യാൻ തീരുമാനിക്കുന്നത് പോലും പുണ്യമാണ്. നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പേരിൽ മാത്രം അള്ളാഹു തആല ആ നല്ല കാര്യം ചെയ്തതിന്റെ പ്രതിഫലം അവന് നൽകും. ഒരാൾ തീരുമാനിക്കുകയാണ് നാളെ നേരത്തെ എഴുന്നേൽക്കണം, തഹജ്ജുദ് നമസ്കരിക്കണം, ദുആ ചെയ്യണം. അങ്ങനെ തീരുമാനിച്ച് കിടന്നുറങ്ങി, അയാൾക്ക് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് ആ നമസ്കാരം നിർവഹിച്ചതിന്റെ കൂലി ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാളൊരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, അത് ചെയ്തു, അതിന്റെ 10 ഇരട്ടിയായിട്ടാണ് അയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുക. 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമമാണ്. ഓരോ മനുഷ്യന്റെയും നിഷ്കളങ്കത, ആത്മാർത്ഥത, ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം എത്രയും വർദ്ധിക്കാം. ബിഗൈരി ഹിസാബ്, പ്രതിഫലത്തിന് കണക്കില്ല. മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എത്ര വലുതാണോ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സദഖ ചെയ്യുന്നതും സഹാബാക്കൾ സദഖ ചെയ്തതും ഒരുപോലെ അല്ല, അത് ഒരുപോലെ ആവുകയുമില്ല. ലൗ അൻഫഖ്തും മിസ്ല ഉഹദിൻ ദഹബൻ, നിങ്ങൾ ചെയ്യുന്ന വലിയ വലിപ്പത്തിലുള്ള ദാനധർമ്മങ്ങൾ പോലും സഹാബാക്കൾ ചെയ്ത ഒരു കാരക്കയോളം പോലും പ്രതിഫലം കൊണ്ട് എത്താൻ സാധ്യതയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അവര് ചെയ്തത് ഇല്ലായ്മയിലാണ്, കഷ്ടപ്പാടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ഏറ്റവും അഫ്ളലായ സദഖ ഏതാണ് നബി? അഫ്ളലായ സദഖ ഏതാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തതസദ്ദഖ അൻത സഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖറ വ തർജുൽ ഗിന, നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പം കൊടുക്കുന്ന സദഖ. അൻത തസദ്ദഖ അൻത സഹീഹുൻ, നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, ഇനിയും ഒരു 50 കൊല്ലം ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാനും മാത്രം ശാരീരികമായി നീ നല്ല അവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഉള്ളപ്പോൾ നീ കൊടുക്കുന്ന സദഖയ്ക്ക് പുണ്യം കൂടുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം കൂടെ കഴിഞ്ഞ് പോകാനായല്ലോ, ഇനി എന്തെങ്കിലും കുറച്ച് കൊടുത്തു കളയാം എന്ന് വിചാരിക്കുമ്പോഴുള്ളതല്ല. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന സദഖ. അപ്പൊ ഷഹീഹുൻ, ഷഹീഹിന്റെ അർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഷഹീഹിന് ഒരു വിശദീകരണം നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. എന്താണ് അവസ്ഥ? തഖ്ശൽ ഫഖ്റ, കൊടുത്താൽ ദാരിദ്ര്യം വരുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഇത് കൊടുത്താൽ നാളെ എൻ്റെ കാര്യം എന്താകും, നാളത്തെ എൻ്റെ കാര്യം മുടങ്ങുമല്ലോ എന്ന് നീ പേടിക്കുന്ന സമയം, ആ സമയത്ത് നീ കൊടുത്താൽ അതിന് പ്രതിഫലം കൂടുതൽ. ഇത് സൂക്ഷിച്ചു വച്ചാൽ നാളത്തെ കാര്യം നന്നായി നടന്നു പോകുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. നാളെയുടെ കാര്യത്തെക്കുറിച്ച് നല്ല പ്രതീക്ഷയുള്ളതും, എന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ നാളെയുടെ കാര്യം എന്താകുമെന്ന് ആശങ്കയുള്ള സമയത്ത് നല്ല ആരോഗ്യസ്ഥിതി നിൽക്കുമ്പോൾ നീ കൊടുക്കുന്ന സദഖയ്ക്ക് പുണ്യം കൂടുതലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കളുടെ സദഖകളുടെ ഒരു വലിയ പ്രത്യേകത ഏതാ? ഒന്നുമില്ലാത്തപ്പോഴാണ് അവർ കൊടുത്തത്. ഒന്നുമില്ലാത്തപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് കൊണ്ടുവന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലേ, എന്താ അബൂബക്കറെ വീട്ടിലുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു തമ്മിൽ വലിയൊരു മത്സരം നടന്നൊരു സംഭവമാണ്, നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യം. തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു നല്ല പൈസയുള്ള സമയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു, ഇത്ര ഞാൻ തന്നെ ജയിക്കുള്ളൂ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കുറെ സമ്പത്ത് കേട്ടു. അത് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു കൊണ്ടുവന്ന കുറച്ചേ ഉള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് എന്താണെന്നല്ല ചോദിച്ചത്, പിന്നെ എന്താ ബാക്കി വീട്ടിലുള്ളതെന്നാ ചോദിച്ചത്. ചോദ്യം തിരിഞ്ഞുപോയി. ആ തിരിഞ്ഞുപോയ ചോദ്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തോറ്റുപോയി. മനസ്സിലായില്ല. അബൂബക്കർ നീ കൊണ്ടുവന്നതാ, രണ്ടാളും കൂടെ കൊണ്ടുവന്ന് വെച്ച് നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതിന്റെ 4/1 അല്ലെങ്കിൽ അതിൽ കുറച്ചേ ഉള്ളൂ അബൂബക്കർ റളിയല്ലാഹു കൊണ്ടുവന്ന്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ചോദിച്ചത് തിരിച്ചാണ്, അബൂബക്കർ ഇനി എന്തുണ്ട് വീട്ടിൽ ബാക്കി? ഒന്നുമില്ല നബി, അള്ളാഹു റസൂൽ, അള്ളാഹും റസൂലും മാത്രമേ വേറെ എല്ലാം കൊണ്ടുവന്നില്ല, എല്ലാം കൊണ്ടു. ഉമറിനോട് അങ്ങനെ എന്തുണ്ട് ബാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
അത്യാവശ്യം ബാക്കി. അതാണ് വ്യത്യാസം. അപ്പൊ ആ ഒരു ദാരിദ്ര്യ അവസ്ഥ, ആ അവസ്ഥയിലാണ് സഹാബാക്കൾ കൊടുത്തിട്ടുള്ളത്. ഒന്നും കാണാതെ സദഖ ചെയ്ത ആൾക്കാർ സഹാബാക്കൾ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ആഗ്രഹം, നിയ്യത്ത് എത്രത്തോളം വലുതാണോ, അവന്റെ ജീവിത പ്രയാസങ്ങൾ എത്രത്തോളം മോശമാണോ, അതിനനുസരിച്ച് പ്രതിഫലം കൂടിക്കൊണ്ടേയിരിക്കും. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ചെയ്യുന്ന ഓരോ നന്മകൾക്കും പ്രതിഫലം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി കൊടുക്കും. ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കർമ്മങ്ങൾക്ക് മാർക്കിടുന്നത് മനുഷ്യരല്ല എന്നുള്ളത്. നമ്മുടെ കർമ്മങ്ങൾക്ക് മാർക്കിടുന്നത് മനുഷ്യരല്ല, അള്ളാഹുവാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് മൂല്യം നിർണ്ണയിക്കുന്നത്. അപ്പം അള്ളാഹുവിനറിയാം നമ്മുടെ മനസ്സെന്താ. ഓരോ മനുഷ്യനും ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ അവൻ മനസ്സിൽ എന്ത് കാണുന്നു എന്ന് അള്ളാഹുവിനറിയാം. ആ മനസ്സിന്റെ അവന്റെ ഉദ്ദേശവും ആ ഉദ്ദേശത്തിന്റെ ശുദ്ധിയും എല്ലാം നോക്കിയിട്ട് അവന്റെ ബാഹ്യമായ അവസ്ഥകളും എല്ലാം കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മത്തിന്റെ മൂല്യം നിർണ്ണയിക്കും. മനുഷ്യർക്കാർക്കും ഇത്ര നീതിപൂർവം ഒരാളുടെ പ്രവർത്തനത്തിന് മൂല്യം നിർണ്ണയിക്കാനേ കഴിയില്ല. കാരണം മനുഷ്യർക്ക് അറിയുന്നത് ആ പുറം കാഴ്ച മാത്രമാണ്. ഒരാളുടെ അവസ്ഥ എന്താണ്, സാമ്പത്തിക അവസ്ഥ എന്താണ്, നമ്മൾ കാണുന്നൊരു കാഴ്ച ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് അറിയില്ല. പക്ഷെ ഒരു മനുഷ്യൻ ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു 100 ആള് നിന്ന് നമസ്കരിക്കാൻ, 100 ആള് നിന്ന് നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നല്ല ആരോഗ്യവാന്മാരുണ്ടാവും, എന്നാൽ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രയാസം കാണുന്നുണ്ട്. ആ നിന്ന് നമസ്കരിക്കുന്നവന്റെ നമസ്കാരം ഒരിക്കലും പാഴല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അതിന് വലിയ അംഗീകാരമുണ്ട്. 2 ആള് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, അല്ലെ 10 ആള് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ഒരു മനുഷ്യൻ രാത്രി ഒരു 9 മണിയായപ്പോൾ കിടന്നുറങ്ങിയ ആളാണ്. മറ്റേ ആള് രാത്രി 12 മണിക്കോ 1 മണിക്കോ കിടന്ന ആളാണ്. ദീർഘമായ യാത്ര കഴിഞ്ഞ് വന്നത്. ദീർഘമായ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അയാൾ കിടന്നുറങ്ങിയതാണ്. 2 ആളും 4 മണിക്ക് എഴുന്നേറ്റു. 2 ആളുടെയും അവസ്ഥ അല്ലാഹ്ക്കറിയാം. നമ്മളുടെ നോട്ടത്തിൽ 2 ആൾ തഹജ്ജുദ് നിസ്കരിക്കുന്നേ കാണുള്ളൂ. പക്ഷേ 2 ആളുടെയും അവസ്ഥകളുടെ വ്യത്യാസം അള്ളാഹുവിനറിയാം. ചുരുക്കത്തിൽ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന സമയത്ത് മനസ്സിന്റെ അവസ്ഥ എന്താണ്, ശാരീരികമായ അവസ്ഥ എന്താണ്, നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അള്ളാഹുവിന് നന്നായി അറിയാം. ആ അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും നീതിപൂർവം, ഏറ്റവും ഉദാരതയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകും. ഇന്നാ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല. ഒരാൾ ഒരു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവന്റെ കർമ്മങ്ങളുടെ പ്രതിഫലം പാഴാക്കി കളയില്ല എന്ന് അള്ളാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറൊരു വചനമുണ്ട്. ഒരു മനുഷ്യൻ നിരന്തരമായി ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു, ഒരു പുണ്യമായ കാര്യം ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾക്ക് യാത്രയുടെ പേരിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ രോഗിയായതിന്റെ പേരിൽ അയാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അയാൾ അത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരാൾ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളായിരുന്നു സങ്കല്പിക്കാം. 4 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ്, രോഗിയായിപ്പോയി, അയാൾക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. ഗുളിക കഴിച്ചിട്ട് കിടക്കുന്നു, മരുന്ന് കഴിച്ചിട്ട് കിടക്കുന്നു, എഴുന്നേക്കാൻ കഴിയുന്നില്ല. ഒരു നിലയ്ക്ക് അയാൾക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള മരുന്നാണ്. അങ്ങനെയാണല്ലോ അവസ്ഥകൾ, അതാണല്ലോ. ഒരു മരുന്ന് കഴിച്ചാൽ അതിൽ ഉറങ്ങിപ്പോകും. അയാൾ അന്ന് ഉണരാൻ കഴിഞ്ഞില്ല. അയാൾക്ക് അന്നും തഹജ്ജുദിന്റെ കൂലി, 4 മണി മുതൽ നമസ്കരിച്ചതിന്റെ കൂലി അല്ലാഹു തആല നൽകുമെന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഉറപ്പാണ്, നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഇങ്ങനെ നന്മയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഔദാര്യമാണ്. നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ് ഇതാണ്, ഇന്നാ ലാ നുദിഉ ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ. ഒരു മനുഷ്യൻ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല അവനെ പാഴാക്കി കളയുകയില്ല, അവന്റെ കർമ്മങ്ങളെ അല്ലാഹു തആല സ്വീകരിക്കും. ഉലൈക ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, നല്ല വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, ഇന്നാ ലാ നുദിഉ അജ്റൽ മുഹ്സിൻ ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ പ്രതിഫലം ഞാൻ ഒരിക്കലും പാഴാക്കി കളയുകയില്ല. ഉലൈക ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ
യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വയൽബസൂന സിയാബൻ ഖുദ്റൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുത്തകിഈന ഫീഹാ അലൽ അറായിക് നിഅമസ് സവാബു വഹസ്നത് മുർതഫഖ. ഉലായിക, ഇങ്ങനെ വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, ഉലായിക ലഹും ജന്നാതു അദ്ൻ, അവർക്ക് സ്വർഗമാണ്. അദ്ൻ എന്ന് പറഞ്ഞാൽ നിത്യവാസം എന്നാണ് ഉദ്ദേശം. നിത്യവാസത്തിന്റെ സ്വർഗം, അവസാനമില്ലാതെ വസിക്കുന്ന സ്വർഗം. അതാണ് ഏദൻ തോട്ടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് തന്നെ ജന്നാത്തു അദ്ൻ, നിത്യവാസത്തിന്റെ സ്വർഗമാണ് അവർക്കുള്ളത്. യുഹല്ലൗന ഫീ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അതിലൂടെ അവർ ആ സ്വർഗവാസികൾ താമസിക്കുന്നതിന്റെ താഴ്ഭാഗത്തുകൂടി നദികൾ, അരുവികൾ ഒഴുകുന്നുണ്ടാവും. യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ, അവർക്ക് സ്വർണത്തിന്റെ വളകൾ ധരിപ്പിക്കപ്പെടും. വയൽബസൂന സിയാബൻ ഖുദ്റൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റഖ്, അവർക്ക് പട്ടിന്റെ വസ്ത്രങ്ങൾ, കട്ടിയുള്ള പട്ടും നല്ല മയമുള്ള പട്ടും, രണ്ടു തരം പട്ടിന്റെ രണ്ട് ഇനങ്ങളാണ്. അസാബിറ മിൻ യൽബസൂന സിയാബൻ ഖുദ്റൻ മിൻ സുന്ദുസിൻ വഇസ്തബ്റഖ് മുത്തകിഈന ഫീഹാ അലൽ അറായിക്, സ്വർഗത്തിൽ അവർ ആ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരിക്കുന്നവരാണ്. നിഅമസ് സവാബു വഹസ്നത് മുർതഫഖ, ഏറ്റവും നല്ല പ്രതിഫലം, അവരുടെ വിശ്രമ കേന്ദ്രം ഏറ്റവും നല്ല വിശ്രമ കേന്ദ്രവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംബന്ധിച്ചും നരകവാസികളെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മറുപുറം പറയുകയാണ്. എന്നാൽ ഇങ്ങനെയും ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ, വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടമാണത്, നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ വിശ്വാസം സ്വീകരിക്കുന്നവരുടെയും സ്വീകരിക്കാത്തവരുടെയും അവസ്ഥ വളരെ വ്യത്യസ്തമായ രണ്ടവസ്ഥകളായിരിക്കും. സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മാല ഐനുൻ റഅത് വല ഉദുനുൻ സമീഅത് വമാ ഖത്തറ അലാ ഖൽബി ബശറിൻ, ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കൊണ്ടും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ സങ്കല്പത്തിലും പോലും വരാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് സ്വർഗീയമായ അനുഗ്രഹങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് നമ്മൾ വിശദീകരിച്ചിരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. വദ്രിബ് ലഹും മസലൻ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർഅ. നമ്മൾ സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, 5 തരത്തിലുള്ള 5 സംഭവങ്ങളാണ് ഈ സൂറത്ത് പരാമർശിക്കുന്നത്. 5 കഥകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ 5 സംഭവങ്ങൾ പറയും. 5 സംഭവങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന 5 തരം സാഹചര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത്. അല്ലെങ്കിൽ 5 തരം പരീക്ഷണങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് ഈമാനുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങളാണ്. അതിനെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ സംഭവം സൂറത്തുൽ കഹ്ഫിലെ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അല്ലാഹു തആല അനുഗ്രഹമായി ഈമാൻ, വിശ്വാസം കൊടുത്തു. അതിൻ്റെ പേരിൽ ഒരു വിഭാഗം പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷണത്തെ എങ്ങനെ ആ വിഭാഗം അതിജയിച്ചു. രണ്ടാമതായി പറയാൻ പോകുന്നത് സമ്പത്ത് അല്ലാഹു തആല കൊടുത്തു. ആ സമ്പത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ടു. ആ മനുഷ്യന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഈമാന്റെ പേരിൽ പരീക്ഷണം അനുഭവിച്ച ജനങ്ങൾക്ക് അതിനുള്ള ഒരു പ്രതിവിധിയായി അല്ലാഹു തആല ഒരു ആയത്ത് നിർദ്ദേശിച്ചു. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി എന്ന് പറയുന്ന ആയത്തിലൂടെ ഈമാന്റെ പേരിലുണ്ടാകുന്ന പരീക്ഷണങ്ങളെ എങ്ങനെ അതിജയിക്കാമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഇവിടെ അടുത്ത പ്രശ്നത്തെ സംബന്ധിച്ച് പറഞ്ഞ് അതിന് ആ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന നിലപാടിനെ സംബന്ധിച്ചും അല്ലാഹു തആല പറയും. രണ്ടാമത്തെ സംഭവം അതാണ്. ഇതിനെക്കുറിച്ച് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ 2 നിലയിലുള്ള വിശദീകരണം കാണാം. ഒന്നാമത്തെ വിശദീകരണം, ഇത് ഒരു സംഭവം നടന്ന സംഭവമൊന്നുമല്ല, പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉപമ, 2 വ്യക്തികളെ ഉപമിക്കുന്നു. 2 മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ രണ്ടാളുടെയും അവസ്ഥ ഇന്ന തരത്തിലുള്ളതായിരുന്നു. അവർക്ക് തുടർന്ന് സംഭവിച്ചു പോയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ 2 തരം പ്രകൃതത്തെ സംബന്ധിച്ച് അല്ലാഹു തആല ഉപമിക്കുന്നതാണിത്. നടന്ന ഒരു സംഭവത്തിന്റെ അവതരണം അല്ല എന്നുള്ളതാണ്.
മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതല്ല, ഇസ്രായേൽ സമൂഹത്തിൽ, പൂർവകാല സമൂഹത്തിൽ നടന്ന ഒരു സംഭവമാണ്. രണ്ട് മനുഷ്യരെ സംബന്ധിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിൽ അതിന്റെ വിശദീകരണം നമുക്ക് കാണാം. കാര്യം എന്തായാലും അതിലുള്ള നമുക്ക് മനസ്സിലാക്കാനുള്ള ഗുണപാഠങ്ങളാണല്ലോ പ്രധാനം. ആ ഗുണപാഠങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വദരിബ് ലഹും മസല, അവർക്ക് ഉപമിച്ചു കൊടുക്കണം. റജുലൈനി, രണ്ട് പേരെ. ജഅൽനാ ലി അഹദിഹിമാ ജന്നത്തൈൻ, അവരിൽ ഒരാൾക്ക് ഞാൻ രണ്ട് ഉദ്യാനങ്ങൾ കൊടുത്തു, തോട്ടങ്ങൾ. മിൻ അഅനാബിൻ, ഇനബിന്റെ, ഇനബ് ഞാൻ മുന്തിരിത്തോട്ടം നൽകി. വഹഫഫ്നാഹുമാ ബിനഖ്ലി, അതിന്റെ ചുറ്റുവട്ടങ്ങളിൽ ഈന്തപ്പനയുടെ മരവുമുണ്ട്. അപ്പൊ മുന്തിരിത്തോട്ടം, ചുറ്റുവട്ടങ്ങളിലായി ഈന്തപ്പനയുടെ മരവും. ഇങ്ങനെ ഒരു തോട്ടം, രണ്ട് തോട്ടം ഞാൻ ഒരു മനുഷ്യന് നൽകി. വജഅൽനാ ബൈനഹുമാ സറഅ, ആ രണ്ട് തോട്ടത്തിന്റെയും ഇടയിൽ വേറെ കൃഷികളുമുണ്ട്. സറഅ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അരി, ഗോതമ്പ് പോലുള്ള കൃഷികളാണ്. അപ്പോൾ അത്യാവശ്യത്തിന് മുന്തിരിയായി, ഈന്തപ്പഴമായി, ഗോതമ്പ് പോലെ ഉള്ള വിഭവങ്ങളായി. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങളെല്ലാം അയാളുടെ തോട്ടത്തിൽ ഉണ്ട്. എന്ന് മാത്രമാണോ? മാത്രമല്ല, കിൽത്തൽ ജന്നത്തൈനി ആതത് ഉകലഹ വലം തദ്ലിം മിൻഹു ശൈഅ. കിൽത്തൽ ജന്നത്തൈൻ, രണ്ട് തോട്ടങ്ങളും ആതത് ഉകലഹ, അതിന്റെ വിഭവങ്ങൾ ആ മനുഷ്യന് നൽകിക്കൊണ്ടേയിരുന്നു. കൃത്യമായി മുന്തിരിയുടെ വിളവ് കിട്ടുന്നുണ്ട്, ഈന്തപ്പനയുടെ വിളവ് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഇടയിലുള്ള സറഇന്റെ, ഗോതമ്പിന്റെ ആ വിളവും കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഗോതമ്പ്, അരി പോലുള്ള, അല്ല നെല്ല് പോലുള്ളതിനൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ് അത് സറ. വലം തദ്ലിം മിൻഹു ശൈഅ, അയാൾ ആ തോട്ടങ്ങൾ ഇയാളോടൊരു അക്രമവും ചെയ്തില്ല. എന്ന് വെച്ചാൽ തോട്ടത്തിൽ എന്നെങ്കിലും വിളവ് കുറഞ്ഞിട്ടില്ല, അയാൾക്ക് യഥേഷ്ടം വിളവ് കിട്ടി. ഏതെങ്കിലും ഒരു പ്രാവശ്യം തോട്ടത്തിന്റെ വിളവ് കിട്ടാതെ അയാൾക്ക് നഷ്ടമായി പോയി, മുടക്കിയ പൈസ കിട്ടാതെ പോയി, അങ്ങനത്തെ സാഹചര്യം ഒന്നും അയാൾക്ക് വന്നിട്ടില്ല. എല്ലാ വർഷവും അയാൾക്ക് വിളവ് കിട്ടിയിരുന്നു. ഇതിനെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് തോട്ടങ്ങളുടെ ഒരു പൊതു സ്വഭാവം, ഇതിങ്ങനെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഈ കൃഷികളുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ വർഷം നല്ല വിളവുണ്ടെങ്കിൽ അടുത്ത വർഷം കുറച്ചൊന്ന്, ശരിയാണോ, അടുത്ത വർഷം അത്ര കിട്ടിക്കൊള്ളുന്നില്ല, കുറച്ചൊന്ന് കുറയും. അതിനടുത്ത വർഷം നന്നായി കിട്ടും, അതിനടുത്ത വർഷം ഒന്ന് കുറയും. ഇങ്ങനെ വർഷത്തിന്റെ വ്യത്യാസത്തിൽ ഓരോരോ വർഷങ്ങളിലായി കൂടിയും കുറഞ്ഞുമാണ് പൊതുവെ വിളവുകൾ കിട്ടുക. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചില മാവും ഒക്കെ കായ്ക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു വർഷം നന്നായി മാങ്ങ ഉണ്ടായെങ്കിൽ അടുത്ത വർഷം അത്ര ഉണ്ടാകണമെന്നില്ല, കുറയും. പിറ്റേ വർഷം വീണ്ടും നന്നായിട്ടുണ്ടാവും. ഇത് ഒരു ഉൽപാദനത്തിന്റെ, മരങ്ങളിൽ നിന്ന് കിട്ടുന്ന, കൃഷികളിൽ നിന്ന് കിട്ടുന്ന ഉൽപാദനത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. അല്ലാഹു തആല ഇവിടെ പറയുന്നത് ഇയാൾക്ക് അങ്ങനത്തെ ഒരു കുറവും വന്നിട്ടില്ല. എല്ലാ വർഷവും സമൃദ്ധമായി വിളവ് കിട്ടിയിരുന്ന രണ്ട് തോട്ടങ്ങൾ. ആ തോട്ടങ്ങളിലാണെങ്കിൽ ആവശ്യത്തിനുള്ള വിളവുകളെല്ലാം ഉണ്ട് താൻ. ഫജ്ജർനാ ഖിലാലഹുമാ നഹർ, എന്ന് മാത്രമാണോ, നല്ല നദിയും അതിന്റെ ഉള്ളിലൂടെയുണ്ട്. എന്നാൽ ജലസേചനത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും, തോട്ടത്തിൽ എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ ആവശ്യമായ ഒരു പുഴയും അല്ലെങ്കിൽ ഒരു കൈത്തോടും അതിന്റെ ഉള്ളിലുണ്ട്. എല്ലാ തരത്തിലുള്ള വിളവുകളും കിട്ടുന്ന ഒരു രണ്ട് തോട്ടങ്ങൾ. വകാന ലഹു സമർ, അത് കൂടാതെയും അയാൾക്ക് വേറെയും ചില വരുമാന മാർഗങ്ങൾ, സാമ്പത്തികമായ സ്രോതസ്സുകൾ, സമറുകൾ ഉണ്ടായിരുന്നു. വഖാല ലി സാഹിബിഹി, അപ്പോൾ അയാൾ തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്, വഹുവ യുഹാവിറുഹു, ആ കൂട്ടുകാരനുമായി നടക്കുന്ന ഒരു ചർച്ചയിൽ പറയുകയാണ്, അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറ, ഞാൻ നിന്നെക്കാളും വലിയ പൈസക്കാരനാണ്, എൻ്റെ കൂട്ടത്തിൽ ആൾക്കാരും കൂടെയുണ്ട്. നിന്റെ കൂടെ എൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആളുണ്ട് എൻ്റെ കൂട്ടത്തിൽ. 4 ആളെ വിളിച്ചാൽ എൻ്റെ കൂടെ ആണെങ്കിൽ വരും. നിങ്ങളുടെ കൂടെ ആരെങ്കിലും കിട്ടുമോ എന്നാ ചോദിക്കുന്നത്. എൻ്റെ കയ്യിൽ കാരണം പൈസ ഉണ്ട്. പൈസ ഉണ്ടാകുമ്പോൾ എന്താണ്, ആളും ഉണ്ടാവും. അർത്ഥമുള്ളിടത്ത് ആളുണ്ടാവും എന്നാണല്ലോ ഇമാം ഷാഫി പറഞ്ഞ പോലെ, ഇൻകല്ല മാലി ഫലാ ഖില്ലു യുസാഹിബുനി ഇൻസാദ മാലി ഫകുല്ലുന്നാസി ഖുല്ലാനി, എൻ്റെ കയ്യിൽ പൈസ കുറഞ്ഞാൽ ആർക്കും കണ്ടാൽ മുഖത്തോട്ടൊരു നോട്ടവും ഇല്ല, ഒന്ന് ചിരിച്ചു കാണിക്കലും ഇല്ല, ഒന്നുമില്ല. 4 കാശ് കയ്യിലുണ്ടെങ്കിലോ എല്ലാവരും എന്തോ ഒരു ചിരിയാ, എന്തോ ഒരു സന്തോഷമാ കാണുവേ.
വർത്താനം പറയാൻ ചിലർക്ക് വർത്താനം പറഞ്ഞിട്ട് തീരുന്നില്ല. അപ്പൊ കുല്ലുന്നാസി ഹുല്ലാനി, നാട്ടിലുള്ളവരെല്ലാം എൻ്റെ കൂട്ടുകാരാണ് കയ്യിൽ കാശുണ്ടെങ്കിൽ, ഇല്ലെങ്കിലോ ഒരു മനുഷ്യനും നമ്മളെ വേണ്ട എന്ന് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞതുപോലെ അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറ, എൻ്റെ കയ്യിൽ നിന്നെക്കാൾ പൈസ ഉണ്ട്, എൻ്റെ കൂട്ടത്തിൽ ആളുമുണ്ട്, ആളും അർത്ഥവുമുള്ള ഒരാളാണ് ഞാൻ. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി, അയാൾ ഇങ്ങനെ തെറ്റായ നിലപാടിൽ ജീവിക്കുന്ന ഒരാളാണ്. ആ മനുഷ്യൻ അയാളുടെ തോട്ടത്തിലേക്ക് ഒരിക്കൽ കയറുന്നു, എന്നിട്ട് പറയാണ് മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഇതൊന്നും ഒരിക്കലും നശിക്കുകയില്ല, ഇതിങ്ങനെ തന്നെ ഉണ്ടാവും, ഞാനും ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഈ തോട്ടമൊന്നും നശിക്കാൻ പോലെ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. അത് പൊതുവെ അനുഗ്രഹങ്ങൾ നന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മനുഷ്യന് തോന്നും, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാവും മനുഷ്യന്, ഇതൊന്നും പെട്ടെന്ന് അങ്ങനെ പോകില്ല, ഒരു 10, 60, 70, 80, 90 വർഷം വയസ്സ് വരെയൊക്കെ അങ്ങനെ പോകും എന്നൊരു പ്രതീക്ഷ മനുഷ്യന് അങ്ങനെ ഉണ്ടാവും. അതാണ് മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഈ തോട്ടങ്ങൾ ഒരിക്കലും നശിക്കില്ല, നശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. വമാ അദുന്നു സാഅത ഖായിമതൻ, ലോകത്തിനൊരു അവസാനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട്, പണ്ട് മുമ്പാരെ പറഞ്ഞ പോലെ ആധുനിക ലോകത്തിന്റെ അടുക്കളയുടെ സൗകര്യം പോലും ഇല്ല കേട്ടോ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് ഈ അടുത്ത് ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ ആധുനിക ലോകത്തിലെ അടുക്കളയുടെ സൗകര്യം പോലും ഇല്ലാത്ത സ്വർഗത്തിന് വേണ്ടി വെറുതെ ഇവിടെ നോമ്പ് എടുത്തിരിക്കണ്ട എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പോ ഇത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണത്. നിഷേധത്തിന് ഏറ്റവും എളുപ്പമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ യഥേഷ്ടം ജീവിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ് നിഷേധിക്കുക. ഒന്നായിട്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ജീവിക്കാം. ഇപ്പൊ പുതിയ തലമുറ കല്യാണം കഴിക്കുന്നില്ലല്ലോ. എന്താ കാരണം? വെറുതെ എന്തിനാണ് വേണ്ടാത്ത ബാധ്യത എടുത്തു വെക്കുന്നത്? വെറുതെ വേണ്ടാത്ത ബാധ്യത എടുത്തു വെക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് വിവാഹ ജീവിതം ഒരു ബാധ്യതയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പുതിയ തലമുറ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തോ പഴയ കാലത്തെ ആൾക്കാരുടെ പരിപാടിയായി വിവാഹം ഏകദേശം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇങ്ങനെ ഒരു ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകണം എന്ന് വിചാരിക്കാത്ത ആൾക്കാർക്ക് എളുപ്പമുള്ള പരിപാടിയാണ് ആകെ അങ്ങ് നിഷേധിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഇയാളും പറയുന്ന അത് തന്നെയാണ്. ഒമാദുന്നു സാഅത ഖായിമതൻ, ലോകത്തിന് അവസാനം ഒന്നും ഇല്ല. ലൈൻ റുദിത്തു ഇലാ റബ്ബി, അഥവാ ഞാൻ ഒരു ലോകാവസാനം ഉണ്ടായി, എന്നെ അള്ളാഹു വീണ്ടും പുനർജനിപ്പിച്ചു എന്നിരിക്കട്ടെ, അവിടെയും എനിക്ക് നിന്നേക്കാൾ നല്ല സൗഭാഗ്യങ്ങൾ കിട്ടും. കാരണം ദുനിയാവിൽ എനിക്ക് ഇത്രയും നല്ലത് തന്നില്ലേ, നീ ഒരു ഗതിയില്ലാത്തവൻ, ഞാൻ വലിയ നിലയിലുള്ള ആള്. അപ്പൊ ആ സ്ഥിതിക്ക് അള്ളാഹുവിന് എന്നോടാണല്ലോ പ്രത്യേകിച്ച് ഇഷ്ടം, അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് തന്നു, നിനക്കൊന്നും തന്നിട്ടില്ല. ലൈൻ റുദിത്തു ഇലാ റബ്ബി, അഥവാ എനിക്കൊരു പുനർജന്മം ഉണ്ടായി ഞാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി ചെന്നാൽ തന്നെ ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ്, ഇതിനേക്കാൾ നല്ല അവസ്ഥകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ അതിനൊന്നും ഞാനില്ല. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, സാധു പറഞ്ഞു, ഖാല ലഹു സാഹിബ്, ഈ നല്ല മനുഷ്യൻ അയാളുടെ പറഞ്ഞു കൊടുത്തു, വഹുവ യുഹാവിറുഹു, അവർ തമ്മിലൊരു വാഗ്വാദം, ഒരു ചർച്ച നടക്കുകയാണ്. ഈ ചർച്ചയിൽ അദ്ദേഹം പറയാണ്, കഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല, നിന്നെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ച് പിന്നെ ഇന്ദ്രിയത്തിൽ നിന്നും സൃഷ്ടിച്ച് അങ്ങനെ നിന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയ അള്ളാനെ നീ നിഷേധിച്ചു പറയണം, നീ തള്ളി പറയണം. എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതം, മനുഷ്യന്റെ ശരീരം എത്രത്തോളം സങ്കീർണതകൾ നിറഞ്ഞതാണ്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് എത്രത്തോളം സങ്കീർണമായ ഒന്നാണ്. ആ നിലയിൽ കൂടി മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കി ഈ രൂപത്തിലാക്കി ഈ നിലയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഓടാനും ചാടാനും എല്ലാമുള്ള ശേഷി നൽകിയ അള്ളാഹുവിനെ ഇങ്ങനെ നിഷേധിച്ച് തള്ളി പറയണോ? അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല ലാകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു. പക്ഷെ ഞാൻ അള്ളാഹുവിനോട് അള്ളാനെ മറന്ന് അള്ളാഹുവിനെ ഷിർക്ക് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയില്ല. വലാ ഉശ്രികു ബിറബ്ബി അഹദ ഹുവ അല്ലാഹു റബ്ബി, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, എൻ്റെ പരിപാലകൻ. ഈ തോട്ടമല്ല, ഈ നിന്റെ തോട്ടത്തിൽ കാണുന്ന ഈന്തപ്പനകളല്ല, ഇതിൽ കാണുന്ന മുന്തിരിയുടെ വലിയ വള്ളികളല്ല,
അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഗോതമ്പിന്റെയോ അല്ലെങ്കിൽ നെല്ലിന്റെയോ വിശാലമായ പാടങ്ങളല്ല. ഹുവല്ലാഹു റബ്ബി, എന്റെ പരിപാലകൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് എന്റെ കാര്യങ്ങൾ നടത്തുന്നത്. വലാ ഉശ്രികു ബിറബ്ബി അഹദ, ആ അള്ളാഹു താല എനിക്ക് നൽകുന്ന സൗഭാഗ്യങ്ങൾ വേറെ ഏതെങ്കിലും വഴിയിലാണ് കിട്ടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാൻ ഞാനില്ല. വലാ ഉശ്രികു ബിറബ്ബി അഹദ വലൗ ദഖൽത ജന്നതക, നീ നിന്റെ ഈ തോട്ടത്തിലേക്ക് കയറിയപ്പോ ഖുൽത, നിനക്ക് ഇങ്ങനെ പറയാമായിരുന്നല്ലോ, മാഷാ അല്ലാഹ്, അല്ലാഹ് തീരുമാനിച്ചത് അത് നമുക്ക് തന്നു. ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നമുക്കൊരു കഴിവുമില്ല, അല്ലാഹ് തന്നതാ എന്ന് നിനക്ക് പറയാമായിരുന്നല്ലോ. നല്ല സമൃദ്ധിയിൽ നിൽക്കുന്ന സമയത്ത് അയാൾ അഹങ്കാരം പറയുമ്പോ അയാളോട് ഈ മനുഷ്യൻ തിരുത്തി കൊടുക്കുന്ന അങ്ങനെയാണ്. നിന്റെ കയ്യിൽ ഇന്നിപ്പോ കുറേ സൗകര്യങ്ങളുണ്ട്, കുറേ സമ്പത്ത് അവിടെ കിടക്കുന്നു, ഇപ്പുറത്ത് കിടക്കുന്നു, മറ്റിടത്ത് കിടക്കുന്നു, ഇങ്ങനെ കിടക്കാണ്. അപ്പോ നീ വിചാരിക്കാണ് എൻ്റെ അവിടെയുള്ള സമ്പത്തൊന്നും ഒരിക്കലും നശിച്ചു പോകല, മറ്റൊന്നും തകർന്നു പോലാ നീ വിചാരിക്കുകയാണ്. പക്ഷെ നീ നിന്റെ ഈ ഉദ്യാനത്തിലേക്ക്, തോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ നിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക്, പുതിയ മാളിലേക്ക് കടക്കുമ്പോൾ നീ പറയേണ്ടത് ലൗലാ ഇത് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്, അല്ലാഹ് തന്നതാണ് പുതിയ മാള് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹ് തീരുമാനിച്ചല്ലാതെ, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ, നിന്നേക്കാൾ പൈസ എനിക്ക് കുറവാണ്, നിന്നേക്കാൾ മറ്റിതര സൗഭാഗ്യങ്ങളും എനിക്ക് കുറവാണ് എന്ന് നീ കാണുന്നുണ്ടെങ്കിലും നീ നിനക്ക് കിട്ടിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ നിഅമത്ത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു നന്ദിയുടെ വർത്തമാനം നിനക്ക് പറയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഫഅസാ റബ്ബി അൻ യുഅതിയനി ഖൈറൻ മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാനൻ മിനസ് സമായി ഫതുസ്ബിഹ സഈദൻ സലഖ. അസാ റബ്ബി, എന്റെ റബ്ബ്, അൻ യുഅതിയനി ഖൈറൻ മിൻ ജന്നതിക, ഇന്ന് നിന്റെ കയ്യിലുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, ഇതിനേക്കാൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ് വേണ്ട, പക്ഷെ ഞാൻ നാളെ വന്നേക്കാം. അത് നീ മനസ്സിലാക്കണം. പടച്ചോന്റെ കയ്യിലാണ് കാര്യങ്ങൾ. നീ ഇന്ന് നിന്റെ കയ്യിലുള്ളത് പോലെ ഷോപ്പുകൾ എനിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് അസാ റബ്ബി അൻ യുഅതിയനി ഖൈറൻ മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാനൻ മിനസ് സമാ, നിന്റെ തോട്ടം ഉണ്ടല്ലോ അതിലേക്ക് അല്ലാഹു തആല ആകാശത്ത് നിന്നും ഒരു ശിക്ഷ ഇറക്കിയേക്കാം. ഫതുസ്ബിഹ സഈദൻ സലഖ, അപ്പോൾ അത് വെറും തരിശു മണ്ണായി മാറും, വഴുതുന്ന വെറും മണ്ണായി മാറും. സലഖ എന്ന് പറഞ്ഞാൽ വഴുതിപ്പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു നിലയിലും ഉപകാരപ്പെടാത്ത, ആ തോട്ടത്തിലേക്ക് കയറാൻ പോലും കഴിയാത്ത, കയറിയാൽ പോലും വഴുതി താഴേക്ക് വീണു പോകുന്ന അത്തരത്തിലുള്ള വെറും മണ്ണായിട്ട് നിന്റെ തോട്ടം മാറുകയും നിന്റെ സമ്പത്ത് മുഴുവൻ മാറുകയും എനിക്ക് അല്ലാഹു തആല നിനക്കിപ്പോൾ ഉള്ളതിനേക്കാൾ വലുത് തരികയും ചെയ്യാം. അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യം എന്ന് നിനക്ക് മനസ്സിലാക്കാമായിരുന്നു. ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ, അല്ലെങ്കിൽ നിന്റെ തോട്ടത്തിലൂടെ ഒഴുകുന്ന നദി ഉണ്ടല്ലോ, ആ നദി വറ്റിയാൽ മതി, കഴിഞ്ഞു. ആ നദി വറ്റിയാൽ തോട്ടത്തിന്റെ കഥ കഴിഞ്ഞു. ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ, ആ തോട്ടത്തിലെ കൂടെ ഒഴുകുന്ന നദിയിലെ വെള്ളം വറ്റി, ഫലൻ തസ്തതിഅ ലഹു തലബ, നിനക്ക് ആ വെള്ളം കൊണ്ടുവരാൻ കഴിയില്ല. നദി വറ്റിക്കഴിഞ്ഞാൽ, ഭൂമിയിൽ വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ എവിടെ നിന്ന് കൊണ്ടുവരും? ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്കിന്റെ അവസാനത്തിൽ ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ, നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് ആണ്ടുപോയി എന്ന് വിചാരിക്കുക. ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് ശുദ്ധജലം എവിടെ നിന്ന് കിട്ടും? വേറെ വെള്ളം, കടലിൽ കിടക്കുന്ന വെള്ളം ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലുള്ള കിണറ്റിലെ വെള്ളം പറ്റി പോയി കഴിഞ്ഞാൽ ശുദ്ധജലം നിങ്ങൾക്ക്, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലം എവിടെ നിന്ന് കിട്ടും? മറ്റു ഉപ്പുള്ള വെള്ളവും കായലിൽ കിടക്കുന്ന മണത്താൻ പോലും കൊള്ളാത്ത വെള്ളവും കിട്ടുമായിരിക്കും. ശുദ്ധജലം നിങ്ങൾക്ക് കിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും പറയുന്നത് തന്നെയാണ്, ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ, നിന്റെ തോട്ടത്തിലെ വെള്ളം വറ്റിപ്പോയി, ഫലൻ തസ്തതിഅ ലഹു തലബ, അത് തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ല. വഉഹീത ബിസമരി, അല്ലാഹു തആല തുടർന്ന് പറയുന്നതാണ്, വഉഹീത ബിസമരി, അയാളുടെ തോട്ടം നശിപ്പിക്കപ്പെട്ടു. ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീ, അയാൾ കൈ മലർത്താൻ തുടങ്ങി. എത്ര വലിയ സ്വത്താണ് ഞാനിവിടെ മുടക്കിയത്, വെള്ളത്തിന്, വളത്തിന്,
പണിയെടുക്കാൻ വന്ന തൊഴിലാളികൾക്ക് എല്ലാം കൂടെ ഞാൻ മുടക്കിയ തുകയ്ക്ക് ഒരു കണക്കില്ല. തൊഴിലാളികൾക്ക് കൊടുത്ത തന്നെ ലക്ഷക്കണക്കിന് രൂപ തൊഴിലാളികൾ, വളവിടാൻ തന്നെ അതിനേക്കാളും വലിയ തുക കൊടുക്കും. അത്ര അസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹി, വലിയ തുക ഞാൻ ഈ തോട്ടത്തിൽ മുടക്കിയതാണല്ലോ എന്ന് പറഞ്ഞ് അയാൾ കൈ മലർത്തുകയാണ്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, അത് ആണെങ്കിൽ അതിന്റെ പന്തലടക്കം താഴേക്ക് വീണടക്കാണ്. ഈ മുന്തിരി വള്ളികൾ ഒന്നായിട്ട് താഴേക്ക് നിലം പതിഞ്ഞു കിടക്കാണ്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ വയഖൂലു, ആ സമയത്ത് അയാൾ പറയും യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ, ഞാൻ അള്ളാഹുവിനെ തള്ളി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാൻ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ, എനിക്ക് ഒരുപാട് മുതലുണ്ടായപ്പോൾ അള്ളാഹുവിന്റെ നിഅമത്താണെന്ന് മനസ്സിലാക്കാതെ അള്ളാഹുവിനെ തള്ളി പറയുകയും ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണെന്ന് ഞാൻ മിഥ്യാ വിചാരിക്കുകയും ചെയ്തപ്പോൾ അതെല്ലാം ഒരു തിരിച്ചടിയായി എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരുമ്പോ فأصبح يقلب كفيه على ما أنفق فيه يقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا. ഇനി ആ തോട്ടത്തിനെ അതുപോലെ എടുത്ത് പൊക്കി വെക്കാൻ നാട്ടുകാരെല്ലാം കൂടെ ഒന്ന് നടക്കൂ? എല്ലാം കൂടെ ഒന്നായി നശിച്ചു വീണു. ഒരു തോട്ടത്തിലെ വാഴ ഒന്നായിട്ടൊരു കാറ്റത്ത് തീർന്നു വിചാരിക്കും. നാട്ടുകാരെല്ലാം കൂടെ വന്നു സഹായിക്കാൻ. ഒരു കാര്യമില്ല. എല്ലാവരും കൂടെ എന്തൊക്കെ പണിയെടുത്തിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ഒരു വലിയ ഷോപ്പ് ഒന്നായിട്ട് ഇടിഞ്ഞ് തകർന്ന് വീണു. നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി. അവരെല്ലാം കൂടെ അങ്ങനെ നോക്കി നിൽക്കാന്നല്ലാതെ എന്നാൽ എല്ലാവരും കൂടെ ഓരോ ഇഷ്ടിക എടുത്ത് വെച്ചിട്ട് നമുക്ക് പഴയതുപോലെ ആക്കി കൊടുക്കാം സാധിക്കില്ല. വലം തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനി, അവൻ നേരത്തെ പറഞ്ഞത് അഅസ്സു നഫറ, എന്റെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്, ഞാൻ വലിയ പൈസക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ ഇന്ന് അവന്റെ സമ്പത്ത് ഒന്നായി നശിച്ചു തീർന്നു കിടക്കുമ്പോ അതിനെ ഒന്ന് ഉദ്ധരിച്ചു കൊടുക്കാൻ, അതിനെ പഴയതുപോലെ ആക്കി കൊടുക്കാൻ എത്ര മനുഷ്യൻ പിടിച്ചാലും അത് സാധിക്കല. അള്ളാഹുവിന്റെ തീരുമാനം വന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയ ആ തോട്ടത്തിന്റെ തിരിച്ചുവരവ് സാധ്യമേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന വലിയൊരു ചിന്തയാണിത്. വലം തകുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറ, അള്ളാഹു അല്ലാതെ വേറെ ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എത്തിപ്പെടുകയാണ്. ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബ. ചുരുക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ മനുഷ്യന് അനുഭവിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് പറയാം. ഈ ലോകത്ത് മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ അനുഗ്രഹം സൗഭാഗ്യം, സമ്പത്താണ്. വലിയൊരു അനുഗ്രഹമാണത്. ആ അനുഗ്രഹം കൊണ്ട് മനുഷ്യന് പലതും നേടാൻ കഴിയും. മനുഷ്യന് സ്വർഗം നേടാൻ കഴിയും. ഇത്തഖുന്നാർ വലൗ ബിശിഖി തംറ, ഒരു സദഖ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം നേടാൻ കഴിയും, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനുഷ്യന് ഒരുപാട് ഉപകാരം ചെയ്യാൻ കഴിയും. കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് അന്തസ്സായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും. അന്തസ്സായിട്ട് സ്വന്തം കുടുംബക്കാരെ പോറ്റി നടക്കാൻ കഴിയും. എല്ലാ നിലയിലും സമൂഹത്തിന്റെ ഇടയിൽ ഒരു നിലയും വിലയും മതിപ്പുമെല്ലാം ഉള്ള രീതിയിൽ ജീവിക്കാൻ കഴിയും. സമ്പത്ത് അള്ളാഹു ചെയ്യുന്ന നിഅമത്താണ്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ സമ്പത്തിനെ സംബന്ധിച്ച് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻ തറക ഖൈറനിൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖറബീൻ. ഖൈർ എന്നാണ് സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വഴിക്ക് നിയോഗിക്കുമ്പോൾ അദ്ദേഹം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി എനിക്ക് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല, താല്പര്യമൊന്നുമില്ല, കയ്യിൽ പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പൈസയൊക്കെ ആവശ്യത്തിനുണ്ട് നബി, ഇനിയിപ്പോൾ ഒന്നും വേണ്ട, വീട്ടിലൊക്കെ ഇരിക്കാം എന്നൊക്കെ തീരുമാനം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമൽ മാലു സാലിഹ് ലിർറജുലി സാലിഹ്. അംറേ, ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ നല്ല വഴിയിലൂടെ ഉണ്ടായ പൈസ കുറച്ചിരുന്ന നല്ലതാണ്. അങ്ങനെ നല്ല സ്വഭാവമുള്ള ഒരാളുടെ കയ്യിലെ അവിഹിതമായി ഉണ്ടാക്കിയതല്ല, ന്യായമായ വഴിയിലൂടെ ഉണ്ടാക്കിയ ഒരു കുറച്ച് സ്വത്ത് നല്ലൊരു മനുഷ്യന്റെ കയ്യിൽ ഇരുന്ന അംറേ അത് നല്ലതാ, അതുകൊണ്ട് നിന്റെ കയ്യിൽ കുറച്ചുകൂടെ പൈസ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി. ചുരുക്കത്തിൽ പൈസ ഉണ്ടാകാം, ഉണ്ടാകുന്നതിന്റെ മേലെ ഉണ്ടാകാം, വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന തെറ്റുള്ള കാര്യമാണ്. സമ്പത്ത് നേരത്തെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാര്യം പറഞ്ഞ പോലെ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാര്യം പറഞ്ഞ പോലെ
സ്വർഗം വാങ്ങാനുള്ള അവസരം, അള്ളാഹുവിന്റെ തൃപ്തി വാങ്ങാനുള്ള അവസരമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ഒരു ഭാഗത്ത് വിശദമായി പറയുന്നു സമ്പത്തിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച്, സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയുന്ന സൗഭാഗ്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പറയുന്നു. അങ്ങനെ സമ്പത്ത് കൊണ്ട് പുണ്യങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ സമ്പത്തിനോടൊപ്പം അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു മൂല്യബോധമില്ല എങ്കിൽ, അവൻ പടച്ചോനെ മറന്നാൽ അത് അയാൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടാതെ പോകും, അത് വലിയ ദുരന്തം ഉണ്ടാക്കും. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇത് സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ തന്നെ. ആരോഗ്യമുണ്ടായി, നല്ല കാര്യമാണ്. ബുദ്ധിയുണ്ടായി, നല്ല കാര്യമാണ്. അറിവുണ്ട്, നല്ല കാര്യമാണ്. ഇങ്ങനെ എന്തെല്ലാം നിഅമത്തുകൾ നമുക്കുണ്ടോ അതെല്ലാം നല്ല കാര്യമാണ്. അത് പക്ഷേ മനുഷ്യന് അതുകൊണ്ട് ഉപകാരം കൊടുക്കണം. അതുകൊണ്ട് താൻ പോരിമയിലേക്ക് പോയാൽ ഞാനെന്തോ വലിയൊരാളാണ്, മറ്റുള്ളവരെക്കാൾ ഞാനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള ഒരു നിലയിലേക്കുള്ള ഒരു ദുർവിചാരത്തിലേക്കാണ് നമ്മുടെ സമ്പത്ത്, അതിലൂടെ മോശമായ പെരുമാറ്റ രീതികളിലേക്കാണ് നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ പോകുന്നതെങ്കിൽ അത് വലിയ നഷ്ടമായി മാറുകയും ചെയ്യും എന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പടച്ചോൻ തന്ന അനുഗ്രഹം എന്താണോ ആ മുഴുവൻ അനുഗ്രഹങ്ങളെയും നല്ല നിലയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ, മനുഷ്യന് ഉപകാരപ്പെടുന്ന വഴിയിൽ വിനിമയിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ 15 ദിവസം ആയി, അതിവേഗത്തിൽ കഴിഞ്ഞു പോയി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച അല്ലേ നമ്മൾ ഖുർആന്റെ ക്ലാസ് തുടങ്ങിയത്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച, ഒന്നാമത്തെ റമദാന്റെ ഒന്നാമത്തെ ദിവസം. ഈ ഞായറാഴ്ച ആകുമ്പോൾ 15-ാമത്തെ റമദാൻ നോക്കും. ഇനിയൊരു 2 ഞായറാഴ്ച കൂടെ കഴിയുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞ് അതങ്ങോട്ട് പോകും. അല്ലാഹു തആല റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ സമയങ്ങളെല്ലാം ഏറ്റവും നല്ല വഴിയിൽ ചെലവഴിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി